അമ്മേ, ഇത് എവിടെയൊക്കെ നോക്കിയമ്മേ? ഇതെവിടെ പോവാ രാവിലെ പല്ലൊക്കെ തേച്ച്? പണിയൊക്കെ കഴിഞ്ഞാണല്ലോ അല്ലെങ്കിൽ പല്ല് തേപ്പൊക്കെ നടക്കാറ്? മോനെ, ഞാനേ ഒരു മീറ്റിംഗ് ഉണ്ട് മോനെ. ആ പള്ളി ഗ്രൂപ്പിന്റെ ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്, അതിനൊന്ന് പോണമെന്ന്. ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ഒഴിവാകാൻ ഞാൻ അമ്മയോട് പറഞ്ഞല്ലായിരുന്നോ? ഗ്രൂപ്പിൽ നിന്നൊക്കെ അങ്ങനെ അങ്ങ് ഒഴിവാകാൻ പറ്റുമോ മോനെ? ഗ്രൂപ്പിൽ നിന്നൊക്കെ ഒഴിവായാൽ നമ്മുടെ ആവശ്യത്തിനുള്ള പൈസയൊക്കെ കിട്ടുമോ മോനെ? കാശൂട്ട 10 രൂപ വേണമെങ്കിൽ നമ്മൾ അവിടെ പോയല്ലേ മോനെ പറ്റുള്ളൂ. നീ മോന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പ്രാവശ്യം അമ്മ പള്ളി സംഘത്തിൽ നിന്ന് പൈസ ഇട്ട് തന്നിട്ടുണ്ട്. ആ പൈസ ഇപ്പൊ വേണമെങ്കിൽ നമ്മൾ മീറ്റിങ്ങിന് പോയേ പറ്റുള്ളൂ. അവർ വിളിക്കുന്ന മീറ്റിങ്ങുകൾക്ക് പോകണം, പങ്കെടുക്കണം. ഓണം വരുമല്ലേ, ഓണത്തിന്റെ പരിപാടിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ വിളിച്ചത്. അപ്പൊ അതിനമ്മ ഒന്ന് പോണം. അപ്പൊ രാവിലെ പോണം. അപ്പം പണിയെല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ വെറുതെ അല്ലേ ഇരിക്കുന്നേ. അപ്പൊ ഞാൻ പോവുകയാണെങ്കിൽ എനിക്ക് 2 തുണിയും വിൽക്കാം, ഒപ്പം തന്നെ മീറ്റിങ്ങിലും പങ്കെടുക്കാം. അതുകൊണ്ടാ പോണേ. ആ ദോശ 2 കൂടെ ചുടണമല്ലോ. ഇപ്പൊ ഞാൻ ചുടണമായിരിക്കുമല്ലേ? ദോശ കുറച്ച് ചുട്ടു വെച്ചിട്ടുണ്ട്. ദോശ മോൻ കഴിക്കാനുള്ളതുണ്ട്, കഴിച്ചു നോക്ക്. മിച്ചം ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളാം, അല്ലേ കഞ്ഞി വല്ലതും കഴിച്ചോളാം. പിന്നെ എന്നാന്ന് വെച്ചാ മോനെ, നീ എപ്പോഴും പറയുന്നില്ലേ അമ്മ എവിടെ പോവാ എന്തിനാ പോണേ? മക്കള് പോണിടത്തൊക്കെ അമ്മ എന്തെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? മോനെ എവിടെയാ പോണേ, എന്തിനാ പോണേ, എപ്പോഴാ വന്നെ, എന്തെങ്കിലും ഞാൻ ചോദ്യം ചെയ്യുന്നുണ്ടോ? ഇവനെ നോക്കിക്കൊണ്ട് തന്നെയല്ലേ ഞാൻ ഈ വീട്ടിൽ ഇരിക്കുന്നത്. എന്റെ തലയ്ക്കാകെ ഈ പെരക്കകത്ത് ഇരിക്കും തോറും ടെൻഷൻ കൂടിക്കൊണ്ടായിരിക്കുന്നേ. എനിക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങണം മോനെ. 10 രൂപ വേണമെങ്കിൽ അമ്മ പുറത്തിറങ്ങിയേ പറ്റുള്ളൂ. അമ്മ പുറത്തിറങ്ങിയാൽ മാത്രമേ അമ്മയുടെ കാര്യങ്ങൾക്ക് അമ്മയ്ക്ക് വേണ്ട മരുന്നും കാര്യങ്ങളും മേടിക്കാൻ പറ്റുള്ളൂ. മോനെ തന്നെ മനസ്സിലാക്കാത്ത മോൻ ഈ നിമിഷം വരെ ഇന്നാ അമ്മേ 10 രൂപ ഇന്നാ കൊണ്ടുപോക്കോന്ന് പറഞ്ഞൊന്നും അമ്മ മോൻ തരാറില്ലല്ലോ. അമ്മ പോയിട്ട് വന്നതിന്റെയും പങ്ക് മോൻ പറ്റാനല്ലേ നിന്നിട്ടുള്ളൂ. അമ്മ എന്നാ പോയിട്ട് വന്നിട്ട് മേടിച്ചോണ്ട് വരാത്തല്ലേ? ഇതിപ്പോ ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് പോയിട്ട് നിങ്ങൾ എപ്പോ വരൂന്ന് പറ. ഞാൻ പോയിട്ട് ഞാൻ ഒരിക്കലും പോയിട്ട് നട്ടപ്പാതിരേക്കൊന്നും ഞാൻ കേറി വന്നിട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ ഇപ്പൊ കൊറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങി. ഇനിയിപ്പോ പോയിട്ട് വരുമ്പോ അമ്മ എന്നും അമ്മ തന്നെയാ. അമ്മയ്ക്കൊരു മാറ്റം വരത്തില്ല. അമ്മയ്ക്ക് മാറ്റം വന്ന ചരിത്രവും ഉണ്ടാകത്തില്ല. അമ്മ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അമ്മ പോയ പോലെ വരും. മോന്റെ മനസ്സിൽ തോന്നുന്ന ആ ദുഷ്ടചിന്തയ്ക്ക് അമ്മ ഒരിക്കലും പോകുന്നവളല്ല. ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളുടെ അടുത്ത്. ചിന്തിക്കാൻ വേണ്ടിട്ടല്ല പറഞ്ഞത്, അങ്ങനെ ചിന്തിക്കാനും ഇല്ല. അമ്മയാണ്. അമ്മയ്ക്ക് ആരുടെ മുമ്പിൽ എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്ന് നന്നായിട്ട് അറിയാം. പിന്നെ മോന്റെ അടുത്ത്, മോൻ എന്റെ മോളാണ്. ആ മോളെന്ന നിലവിട്ട് അമ്മ ഈ നിമിഷം വരെ പെരുമാറിയിട്ടില്ല, പെരുമാറാനായിട്ട് ആഗ്രഹിക്കുന്നുമില്ല. മോൻ എങ്ങനെ എന്തൊക്കെ ചിന്തിച്ചാലും അമ്മയ്ക്ക് അത്രേ പറയാനുള്ളൂ. അമ്മ പോകും.